എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് നമ്മുടെ ഇവിടെയുള്ള ഒരു ജ്ഞാനായ യൂണിറ്റിന്റെ ഒരു മീറ്റിംഗ് ആണ്. അപ്പൊ നമ്മള് ഫുഡെല്ലാം വീട്ടിൽ തന്നെ ആക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. കേട്ടോ, എല്ലാവരും വട്ടത്തിലിരുന്ന് പിടിയൊക്കെ ഉരുട്ടുവാണ്. അവിടെ പോർക്ക്, ഇനി ഇവിടെ ചിക്കൻ ആക്കുന്നുണ്ട്, പിടിയാക്കണം. അങ്ങനെ വളരെ ഒരുപാട് സംഭവങ്ങളാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഒരു ചലഞ്ചാണ്. 19 പേർക്കുള്ള ഫുഡാണ് വീട്ടിലാക്കുന്നത്. അപ്പൊ അതിന്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം. Chef Sabu. നമ്മുടെ പോർക്കാണ് ഇവിടെ റെഡിയാകുന്നത്. ഇതിങ്ങനെ വഴട്ട് ഇനി കറുപ്പിക്കണം. എല്ലാം നമ്മുടെ സോയ് ഷെഫിന്റെ റെസിപ്പിയാണ്. നമ്മളെല്ലാം സഹായിക്കുന്നതേ ഉള്ളൂ. പെണ്ണുങ്ങൾക്കെല്ലാം വർത്താനം പറയാൻ കിട്ടിയ ഒരു അവസരം. നമുക്ക്
ചിക്കൻ വറുത്തരച്ച ചിക്കൻ കറി അതിനുള്ള അരപ്പ് തയ്യാറാക്കാൻ പോകണം. നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിയാണ് വെക്കുന്നത്. അതിൻ്റെ പ്രാരംഭ ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. പച്ചക്കറി കൊണ്ട് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം പഴയ ആൾക്കാരാണ്, വലിയ ആരുമില്ല. അല്ലേ ഇവിടെ നല്ല അടിപൊളി പോർക്ക്, ആദ്യം കണ്ട രൂപമൊന്നുമല്ല, അടിപൊളിയായിട്ട് സംഭവം റെഡി ആയിട്ടിരിപ്പുണ്ട്. അടിപൊളി ചിക്കൻ കറി, നല്ല വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ട് കൊണ്ടിരിക്കുന്നു. നമ്മൾ പിടി ഉണ്ടാക്കാൻ പോവാണ്. പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വെള്ളം ഇതിനകത്ത് വെച്ചു. അത് ജെയിംസ് ചേട്ടൻ ഇവിടെ അടിപൊളി സൊള്ളാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ട്രഡീഷണൽ ശൈലിയിൽ ഉപ്പൊക്കെ ഒഴിച്ച് ഉള്ളിയൊക്കെ കഴുകി അതിൻ്റെ കറയൊക്കെ, അതായത് അതിൻ്റെ കമർപ്പൊക്കെ കളഞ്ഞിട്ട് ഇതിനകത്ത് മുളകും വിനാഗിരി വെച്ച് നല്ല സെറ്റാക്കും. പിടിക്കാവശ്യമായ ചെറുള്ളിയും വെളുത്തുള്ളിയാണത്. പിടിക്കുള്ള വെള്ളമാണ് വെച്ചിരിക്കുന്നത്. വെള്ളം, കറിവേപ്പില, ചെറിയുള്ളി, വെളുത്തുള്ളി, ജീരകം, കുറച്ച് മല്ലിപ്പൊടി, ഉപ്പ് ഇതെല്ലാം ഇട്ട് ഇത് തിളപ്പിക്കും. അതിനുശേഷം നമ്മൾ കുറ്റി വെച്ചിരിക്കുന്ന പിടി ഇതിനകത്തോട്ടിടും. അടുത്ത പാത്രം റെഡി. ഏകദേശം 50 പേർക്കുള്ള പിടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാം റെഡി ആയിട്ടുണ്ട്. അതോടെ നമ്മൾ ഇനി വൈകിട്ട് ബാക്കി വീഡിയോ ആയിട്ട് കാണാം.
കുട്ടികളും മുതിർന്നവരും എല്ലാം അടിപൊളിയായിട്ട് പിടിയും കോഴിയും പോർക്കും എല്ലാം ആസ്വദിച്ച് കഴിച്ചു. അതുപോലെ തന്നെ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഹൈലൈറ്റ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാടൻ പാനിയായിരുന്നു. പാനിയും പഴവും ഒക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും അത് ആസ്വദിച്ച് കഴിച്ചു. വളരെ നല്ല ഒരു പ്രോഗ്രാമായിരുന്നു. ഹോംലി ഫുഡായതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റി. അതുപോലെ തന്നെ എല്ലാവരും ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഈ മീറ്റിങ്ങിനെത്തി. വളരെ സന്തോഷത്തോടെ എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് അവരുടെ സ്ട്രെസ്സൊക്കെ മാറ്റി ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിച്ച് അങ്ങനെ ഈ മീറ്റിംഗ് ഇതേ അവസാനം വന്ന പാത്രമൊക്കെ കാലിയാക്കുന്ന കാഴ്ചയാണ്. ബാക്കി വന്നതൊക്കെ എല്ലാവർക്കും പാക്ക് ചെയ്ത് കൊടുത്ത് അങ്ങനെ അടിപൊളിയായിട്ട് എല്ലാവരും വീടുകളിലേക്ക് പിരിയാൻ പോവുകയാണ്. ഭക്ഷണമൊക്കെ എല്ലാവർക്കും പാക്ക് ചെയ്തതിന് ശേഷം ഫാമിലി കപ്പിൾസിന് ഒരു ഗെയിമും കൂടെ കണ്ടക്റ്റ് ചെയ്ത് ഈ പ്രോഗ്രാം അങ്ങനെ വൈൻഡപ്പ് ചെയ്തു.